ഗായ്സ്, ഒരു മഴ പെയ്തപ്പോഴേക്കും നമ്മുടെ പാടത്തുള്ള കംപ്ലീറ്റ് മീനും കുളത്തിലേക്ക് കയറി പോകാനായിട്ട് ഇത് ഈ ഭാഗത്ത് വന്ന് നിൽക്കണ കാണണം. കുളത്തിൽ നിന്ന് വെള്ളം ചാടുന്നത് നോക്കിയാണ്ട് നിൽക്കണേ. ഇവിടെ ഇപ്പൊ ചെറിയ ഹോളിൽ കൂടെ കുറച്ച് വെള്ളം മാത്രമേ ഇതിൽ കൂടെ ഒഴുകുന്നുള്ളൂ. അപ്പൊ അപ്പോഴത്തേക്കും വെറ്റുകൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോ ഇതിനകത്ത് വലിയ ഹോളിൽ കൂടെ വെള്ളം ചാടിയാലാണ് ഈറ്റുകൾക്ക് മുകളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ഇപ്പൊ തന്നെ നമ്മൾ രണ്ടെണ്ണത്തിന് അവിടെ കണ്ടു. ഇപ്പുറത്ത് പറഞ്ഞ മൂന്നാമത്തെയാണ്. ഈ കാണുന്നത് ഒരു രണ്ടെണ്ണം കൂടി ഉണ്ട്. മൊത്തം ഒരു 6-7 എണ്ണത്തിന് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. മുകളിലേക്ക് ചാടണേ കാണുന്നത്. പക്ഷെ വെള്ളം തീരെ കുറവായതുകൊണ്ട് ഈറ്റുകൾക്ക് കയറി പോകാൻ പറ്റില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കാണുന്നത് മുഴിയാണ്. ഇവനെയാണ് നമ്മൾ മെയിനായിട്ട് കാരണം നോട്ട് ചെയ്താകുന്നത്. കാരണം ഇവന് ഇനിയിപ്പോൾ കയറി പോകാനുള്ള ഹോള് അത്രയും വലിയ ഹോൾ ഉണ്ടോ എന്ന് തന്നെ സംശയം തന്നെയാണ്. കുറച്ച് നാളെ ആൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സാധാരണ വെള്ളം കുറയുമ്പോൾ നേരത്തെ കയറി അങ്ങോട്ടേക്ക് പോകണതാണ്. ഇപ്പോൾ ഈ പ്രാവശ്യം ആൾ പെട്ടകാണ്. ഇതുവരെയായിട്ട് അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല. അതിനുള്ള ഹോള് ഇത്ര ഉണ്ടോയെന്ന് അറിയില്ല. ആൾ ഇങ്ങോട്ടേക്ക് പോരാൻ എളുപ്പമാണ്. അങ്ങോട്ടേക്ക് കയറാനായിട്ട് ഇച്ചിരി മുകളിലേക്ക് ചാടി കയറേണ്ടി വരും. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രോബ്ലം. ഇപ്പുറത്തെ സൈഡിലേക്കാണെങ്കിൽ ഈ ഭാഗത്ത് കണ്ടോ ഒരെണ്ണം. ഇത് കുളത്തിൻ്റെ ഏരിയയിലുള്ള തോടാണ് ഈ കാണുന്നത്. കുളത്തിൻ്റെ അവിടെ നിന്നും 2-3 ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന വരാലിനെ എല്ലാത്തിനും ഞാൻ ചൂണ്ടയിട്ട് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം ഒരു 17 വരാലിനടുത്തോളം ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടു. അതിനകത്തൊരു 6-7 എണ്ണമാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാകുന്നത്. ഈ മുഴി നമ്മൾ നേരത്തെ ഒരു 20 മുഴീനെ നമ്മൾ കുളത്തിലിട്ടായിരുന്നു. അതിനകത്ത് കംപ്ലീറ്റ് എണ്ണം ഇറങ്ങിപ്പോയി. ഞാൻ ആകെ ഒരെണ്ണം കൂടി ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മുറ്റത്ത് സ്റ്റെപ്പിൻ്റെ അവിടേക്ക് ഇതേ വട്ടോക്കണമെന്ന് നമ്മൾ ഇതിനെ പറയണേ. ഇത് സ്റ്റെപ്പിൻ്റെ അവിടേക്ക് മഴ ചെയ്തപ്പോൾ ചാടി കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഞാൻ പിടിച്ച് വെള്ളത്തിലിട്ടാണ്ട്